നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഓഗസ്റ്റ് 3 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടുക്കി, തൃശൂർ, എറണാകുളം, പാലക്കാട് എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ടാണ്. വ്യാഴാഴ്ച കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലും മഴയ്ക്കും മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ്, കർണാടക, തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ കനത്ത മഴയും വെള്ളക്കെട്ടും മൂലം കുന്നംകുളം തൃശൂർ സംസ്ഥാന പാതയിലും ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. ചൂണ്ടൽ മുതൽ തൃശൂർ ശോഭ സിറ്റി വരെയുള്ള വിവിധയിടങ്ങളിൽ സംസ്ഥാന പാതകളിൽ വെള്ളം കയറിയതോടെയാണ് ഗതാഗതം നിരോധിച്ചത്. ചിലയിടങ്ങളിൽ റോഡ് ഇടിഞ്ഞു താഴുന്നുണ്ടെന്നും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഗതാഗതം നിരോധിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. ഇതുവഴി യാത്ര ചെയ്യേണ്ടവർ മറ്റ് ബദൽ പാതകളിലൂടെ യാത്ര തുടരണമെന്നാണ് നിർദ്ദേശം. നദികളുടെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ വിവിധ നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ പ്രളയ മുന്നറിയിപ്പ് നൽകി. വാഴാനി, പീച്ചി, മീൻകര, മംഗലം, മൂഴിയ, മാട്ടുപ്പെട്ടി, കല്ലാർകൂട്ടി, ഇരട്ടയാർ, ലോവർ പെരിയാർ, പെരിങ്ങൽകൂത്ത്, കുറ്റ്യാടി, ബാണാസുര സാഗർ ഡാമുകളിൽ നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തൃശൂർ ജില്ലയിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്ര നിരോധനം ഏർപ്പെടുത്തി. ജൂലൈ 31 വരെയാണ് നിരോധനം. ചാലക്കുടി, മലക്കപ്പാറ വഴിയുള്ള എല്ലാ യാത്രയ്ക്കും രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയം ജില്ലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇലവിഴ, പുഞ്ചിറ, ഇല്ലിക്കൽ കല്ല്, മാർമല, അരുവി എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചതായും ജില്ലാ കലക്ടർ അറിയിച്ചു. ഈരാറ്റുപേട്ട, വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും ഓഗസ്റ്റ് 4 വരെ നിരോധിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥിതിഗതികൾ വിലയിരുത്തി. അടുത്ത 24 മണിക്കൂറിൽ കൂടി ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ്. മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതാ പ്രദേശങ്ങളിൽ കഴിയുന്നവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും അടിയന്തരമായി മാറ്റാനും കളക്ടർ നിർദ്ദേശിച്ചു. പെരിയാറിൽ വെള്ളം ഉയരുന്ന സാഹചര്യത്തിൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പും. എറണാകുളം ജില്ലയിൽ മഴക്കെടുതി രൂക്ഷമായ മൂവാറ്റുപുഴ മേഖലയിൽ ദുരിതാശ്വാസ ക്യാമ്പും തുറന്നിട്ടുണ്ട്. മൂവാറ്റുപുഴ താലൂക്കിൽ നിലവിൽ 3 ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അതേസമയം ഇന്ന് അറിയിച്ചിട്ടുണ്ട്. വയനാട്ടിൽ ദുരന്തം നടക്കുന്നതിന് 7 ദിവസം മുൻപ് പ്രളയ മുന്നറിയിപ്പ് ആവർത്തിച്ച് നൽകിയിരുന്നു. ഒരാഴ്ച മുമ്പ് തന്നെ NDRF സംഘത്തെ അയച്ചിരുന്നതായും കേന്ദ്രത്തിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് അമിത്ഷാ വ്യക്തമാക്കി. ദുഃഖിതരായ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിച്ചതിന് പിന്നാലെയാണ് അമിത്ഷാ ഇക്കാര്യം വിശദീകരിച്ചത്. രാജ്യത്തെ ജനങ്ങളോട് ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ മുന്നറിയിപ്പ് നൽകിയില്ലെന്ന പരാമർശങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട്. ജൂലൈ 23 കേരള സർക്കാരിന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ഇത് ദുരന്തം സംഭവിക്കുന്നതിന്റെ 7 ദിവസം മുൻപാണ്. ജൂലൈ 24-നും 25-നും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. 2014 മുതൽ 2000 കോടി രൂപയാണ് മുന്നറിയിപ്പ് സംവിധാനങ്ങൾക്കായി ചെലവഴിച്ചിട്ടുള്ളതെന്നും അമിത്ഷാ അറിയിച്ചു.